ഇവിടെ മഹ്ദി ഇമാം വരും. മഹ്ദി ഇമാം വന്നാൽ എല്ലാ മൊബൈലും കമ്പ്യൂട്ടറും ഓഫാവും, എല്ലാം ഓഫാവും. മഹ്ദി ഇമാം വിചാരിച്ചാലേ നടക്കൂ. സ്വാഹിബുൽ വക്താണ്, ആ വക്തിൻ്റെ സ്വാഹിബാണ്. ഒന്നും നടക്കൂല, ഒരു മിഷനറി നടക്കൂല, നടക്കേയില്ല, ഒന്നും നടക്കൂല. മഹ്ദി ഇമാം എന്തിനാ യാത്ര ചെയ്യുക? യുദ്ധത്തിന് പോലെ എന്തിനാ? കുതിരപ്പുറത്ത് യുദ്ധം ചെയ്യുന്നത് വാളുകൊണ്ട് ആണോ? അല്ലേ? ഹദീസൊക്കെ അങ്ങനെയല്ലേ? ഒക്കെ പറ, ഹദീസ് അങ്ങനെയല്ലേ? എൻ്റെ റസൂലൊക്കെ പറയാലോ, ബിസിലാഹിൻ ലം യുറഫ് ബഅദു, ഇന്ന് വരെ അറിയപ്പെടാത്തൊരു ആയുധം കൊണ്ടാണ് യുദ്ധം ചെയ്യുന്ന സ്വഹാബികളോട് നബിക്ക് പറഞ്ഞൂടെ? എന്താണ് ചങ്ങായിമാര് രാവിലെ ഇവിടെ വന്നാണ് മേപ്പെട്ട് നോക്കിയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിന് ആ ആയുധം അറിയാം, സ്വഹാബികൾക്കത് മനസ്സിലാവില്ലെങ്കിൽ സ്വഹാബികളോട് നബിക്ക് എന്ത് പറയാ? അത് അദ്ദേഹം യുജാഹിദ് ബി സിലാഹിൻ, ഒരു ആയുധം കൊണ്ട് യുദ്ധം ചെയ്യും. ലം യുറഫ് ബഅദു, ആ ആയുധം ഇന്ന് വരെ അറിയപ്പെട്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞാൽ മതിയോ? എന്നപ്പം എന്താക്കാം? AK-47 ആക്കാം, പിന്നെ എന്തോ ആക്കാം? പറയണങ്ങായി മിസൈല് ഇതൊക്കെ ആക്കാം, അതൊക്കെ ആക്കാലോ. നബി എന്തേ പറഞ്ഞ്? ആ വാളുകൊണ്ട് യുദ്ധം ചെയ്യാം. പ്രധാനപ്പെട്ട ആയുധം എന്താ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇജാണ് ചൊല്ലിക്കൂടുന്ന. അത് ചെല്ലിയാൽ എല്ലാ ശക്തിയും തകരും, എല്ലാ ദുശക്തികളും തകരും. വേറെ ആയുധത്തിന് ആവശ്യമില്ല. അതാരാ ചെല്ലുക? അള്ളാഹുവിനെ ആരിഫ. അള്ളാഹ് ഈ ലോകത്തെ ഒരു ശത്രുവിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ഹദീസിലുണ്ടോ അല്ലേ? നിങ്ങൾ വിശ്വസിക്കുമല്ലേ? അതിൻ്റെ താഴെ പതിപ്പാണ് CM എന്ന് വിചാരിച്ചാൽ പോലെ ആണല്ലോ. ഇമാം മഹ്ദി വന്നാൽ ഇമാം മഹ്ദി വിചാരിക്കാത്ത ഒന്നും നടക്കൂല, ഒന്നും നടക്കൂല. എന്തേ? അത് അള്ളാഹിന്റെ പ്രതിനിധിയാണ്. അള്ളാഹുവിന്റെ പ്രതിനിധി വിചാരിച്ചാൽ അള്ളാഹു പറഞ്ഞതേ അവർ വിചാരിക്കുള്ളൂ, അത് തോന്നിയേ വിചാരിക്കൂല. അള്ളാഹു ഉദ്ദേശിച്ചത് പറകുട്ടി. അള്ളാഹുവിന്റെ പ്രതിനിധിയാണെങ്കിൽ, അല്ലെ ഇന്ത്യൻ സർക്കാരിന്റെ പ്രതിനിധിയായ ഒരാൾ ഐക്യരാഷ്ട്രസഭയിലേക്ക് പോയാൽ അയാൾ പാകിസ്ഥാന് വേണ്ടി വാദിക്കോ? വാദിച്ചാൽ പിന്നെ വേണ്ടിട്ട് വരുമോ? ഈ ജാതി അന്തല്ലാത്തവർക്കാണല്ലോ ഞാൻ ക്ലാസ് എടുക്കേണ്ടി വന്ന്. മനസ്സിലായില്ലേ? ഇന്ത്യയുടെ ഒരു പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിലേക്ക് പോയാൽ അയാൾ എന്താണ് സംസാരിക്കുക? ഇന്ത്യയുടെ മനസ്സ് അങ്ങനെ തന്നെയല്ലേ? ഇന്ത്യൻ മനസ്സല്ലേ അത് സംസാരിക്കുള്ളൂ. എന്നതുപോലെ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ നേതാവല്ലേ ഇമാം മഹ്ദി ഇവിടെ വന്നാൽ എന്താ സംസാരിക്ക? എന്താ വിചാരിക്ക? എന്താ ചെയ്യ? അള്ളാഹു വിചാരിച്ച്. പിന്നെ ഇവിടെ എന്താ നടക്കുന്നത്? ഖലീഫ. ഇജു ഞാനും അള്ളാഹുവിന്റെ ഖലീഫ അല്ല, ഇജ് ഖലീഫയാണ്. ഖലീഫല്ല, ഇജ് പള്ളിക്കമ്മറ്റി തന്നെ ഉണ്ടാക്കാൻ ഇറങ്ങിയതാണ്. മരം റോഡ് സൈഡിൽ വെച്ച് പിടിപ്പിക്കണം, മരം വെച്ച് പിടിപ്പിക്കണം. അദ്ദു എന്നാണ് ഇവിടെ, അറിയോ? പത്തനാപുരത്ത് അറിയില്ലേ? നീ അറിയില്ലേ? അദ്ദു ഇന്നലെ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. ഒരു ഹിന്ദു സ്ത്രീ. എന്താ അദ്ദു മുസ്ലിമീങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയത്? എന്നാ അവരെന്തോ മുസ്ലിമീങ്ങളെ പറ്റി മോശമായി ആരോ പറഞ്ഞത് കേട്ടിട്ട് പറയാ. ഇതിലുണ്ട്, എൻ്റെ മൊബൈലിലുണ്ട്. ആ സ്ത്രീ എന്താണ് കേട്ടാൽ നമുക്ക് വേദന തോന്നും. ഏതാ സ്ത്രീ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു സ്ത്രീയെ മാത്രമേ നമുക്ക് തിരുത്തിയാലും കഴിയില്ല. ഒരു ജനത മനസ്സിലാക്കണം, മുസ്ലിമീങ്ങൾ താടിയും വെച്ച് ഈ ഭീകരവാദികളും തോന്നിയാസികളുമായി നടക്കുന്നത് ഈ സ്ത്രീ അറിഞ്ഞിട്ടുണ്ടാവും. ഈ സ്ത്രീ അബ്ദുവിനോട് പറയാ, അദ്ദു നിങ്ങൾ പറഞ്ഞേട്ടെ ഇസ്ലാമും നല്ല സാധന നിങ്ങൾ പറഞ്ഞത്, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. ഇതെന്തേ മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെ പറ്റിയത്? ഒരു ഹിന്ദു സ്ത്രീ സംസാരിക്കുന്നത്, റോഡ് സൈഡിൽ മരം വെച്ച് പിടിപ്പിക്കുന്ന അദ്ദു ഇവിടെ ഉണ്ട്. എവിടെയും നായ ചത്താലോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ വേഗം കൈക്കോട്ട് വന്ന്, എപ്പോഴും അദ്ദേഹത്തിന് മോട്ടോർ സൈക്കിളിൽ ബാക്കിൽ ഒരു കൈക്കോട്ടുണ്ടാവും. നല്ല മനുഷ്യൻ അബ്ദു. അറിയില്ലേ? അദ്ദുവിനെ അറിയില്ല? ആ ഇവിടെ നിന്റെ അയൽവാസിയ, നല്ല മനുഷ്യനാണ് അയാൾ. അയാൾ റോഡ് സൈഡിൽ മരം വെച്ച് പിടിപ്പിക്കുക, ഈ പരിസരത്തൊക്കെ റോഡ് സൈഡിൽ മരം വെച്ച് പിടിപ്പിക്കുക. അയാൾ എന്നല്ല ജൂൺ 6 മരം വെച്ച് പിടിപ്പിക്കുന്ന മന്ത്രിയല്ല. അത് പിന്നോട്ട് ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ നേതാക്കന്മാരും എല്ലാ സംഘടനകളും തുടങ്ങിയാലോ അത് മരപ്പിച്ചു വെള്ളം പറഞ്ഞു പോയി. ആ മരം വെച്ച് പിടിക്കപ്പിക്കാനുള്ള വണ്ടിക്കൂലി വരെ മൂപ്പർക്ക് നമ്മൾ തയ്യാറാക്കിയാലേ മൂപ്പര് വന്ന് മരം പിടിച്ചു പിടിപ്പിക്കുള്ളൂ. ഫോട്ടോ എടുത്ത് നേതാവ് പോയി, മൂപ്പര് പിന്നെ തിരിഞ്ഞു. അതും അങ്ങനെയല്ല.
അദ്ദുവിന് ആരും കവറൊന്നും കൊടുക്കൂല. അദ്ദു റോഡ് സൈഡിലൊക്കെ എത്രയോ മരം വെച്ച് പിടിപ്പിച്ച മരങ്ങൾ ഇവിടെ പരിസരത്തുണ്ട്. ഒരു നായ ചത്തുന്ന് അദ്ദുവിനാണ് അറിയിച്ചാൽ ഈ ഏരിയയിൽ ഇവിടെ പാരിയക്കോട് നിലമ്പൂരിൽ ഏരിയ എവിടെ ഒരു നായ ചത്തു എന്ന് പറഞ്ഞാലും നായ റോഡ് സൈഡിൽ വണ്ടി അടിച്ചിട്ടുണ്ട്. അദ്ദു അവിടെ പോയിട്ട് അതിനെ മാന്തി മറവ് ചെയ്തിട്ടേ പോരുള്ളൂ. നല്ല മനുഷ്യനാണ് അയാൾ. അപ്പം അയാൾ ഹിന്ദുക്കളെ വെച്ചൊക്കെ നല്ല ബന്ധമാണ്. അപ്പം അയാളിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കുകയാണ് ഇവിടുത്തെ ഹിന്ദു ജനത. അപ്പോൾ ഒരു സ്ത്രീ സംസാരിച്ചൊരു വേദന അദ്ദു പങ്കുവച്ചു. നമ്മളിത് എത്ര ചെയ്തിട്ടും കാര്യമല്ല. നമ്മളാളുകൾ ഇങ്ങനെയാവുന്ന കാലത്തോളം അവർക്ക് നമ്മളെ നന്നായി മനസ്സിലാക്കാൻ കഴിയില്ല. പുസ്തകം കൊടുത്തൊരു കാര്യമല്ല. അദ്ദുവിന് അവർ അദ്ദു ഒരു പുസ്തകേതിയ ആളല്ല. അദ്ദു ഒരു നല്ല മനസ്സ് കൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇസ്ലാം നല്ലതാണെന്ന് മനസ്സിലാക്കുകയാണ് അദ്ദുവിൽ നിന്ന്. അതേ സമയത്ത് നേരെ തിരിച്ച മനസ്സിലാക്കുന്നത് മറ്റു പലരുടെയും പ്രവർത്തനം. അതേ സമയത്ത് അതുകൊണ്ട് നമ്മൾ ഖലീഫ അല്ല. ഖലീഫ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതേ പറയൂ. ഏത് ദോഷ്യം തിരിഞ്ഞെന്ന് പറയും അയാൾ നല്ല ആളായിരുന്നു. മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടില്ലേ, മാ കദബ മുഹമ്മദ് ജീവിതത്തിൽ കളവ് പറഞ്ഞത് എന്നോട് ഒരാൾ പറയരുത് പറഞ്ഞിട്ട് അബൂജഹൽ മരിക്കണത്. എന്താ അബൂജഹലിന്റെ ലാസ്റ്റ് വാക്കെന്താ? മാ കദബ മുഹമ്മദ് ജീവിതത്തിൽ ഒരു കളവും പറഞ്ഞിട്ടില്ല. നമുക്ക് അയാൾ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നേ ഉള്ളൂ. അതിന് കാരണം അഹങ്കാരം. പക്ഷേ മാ കദബ മുഹമ്മദ് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല. കള്ളം പറഞ്ഞിട്ടില്ല. ഇത് ആരുടെ വാക്ക? പറകുട്ടി ആരുടെ വാക്ക? അബൂജഹലിന്റെ വാക്ക. അവസാനം ശത്രു ആണെങ്കിൽ പോലും നബി അംഗീകരിച്ചു. വലിയ ആളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അതാണ് ഖലീഫ. അതിൻ്റെ ബാക്കിലുള്ള ഖലീഫകൾ, അതിൻ്റെ താഴെയുള്ള ഖലീഫകൾ ആദം മുതലുള്ള എല്ലാ അമ്പിയാക്കളും, അതിൻ്റെ താഴെയുള്ള ഖലീഫകളാൽ ഇന്ന് പിൽക്കാലത്തുണ്ടായ ആരിഫീങ്ങൾ അവർ ഇസ്ലാമിനെ നല്ലത് പറയിപ്പിച്ചു. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ എന്ന് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ്. ലക്കൽ ഹംദു വശുക്റുൽ മുസർമാദു ദായിമാ ഫലം യഖ്ശ മൻ യൽജാ ഇലൈക തവക്കുലാ. ആ വരിയിലാണ് ഈ വ്യാഖ്യാനം പറഞ്ഞത്. ഫലം യഖ്ശ ഭയപ്പെടേണ്ടതില്ല, ഭയപ്പെടുകയുമില്ല. ഒരാൾ യൽജാ ഇലൈക അവൻ നിന്നിലേക്ക് അഭയം തേടിയവനാണ്. തവക്കുലൻ എല്ലാം നിന്നിൽ ബരമേൽപ്പിച്ച നിലയിൽ, അള്ളാഹുവിലെല്ലാം ബരമേൽപ്പിച്ച ഒരാൾ ഒന്നിനെയും പേടിക്കൂല. അത് പറഞ്ഞ് അള്ളാഹുവിലേൽപ്പിച്ച ഒരാൾ ഒന്നിനെയും പേടിക്കൂല. ഒരു പേടി ഉണ്ടാവില്ല, ഒന്നും പേടിയേ ഇല്ല അവർക്ക്. ലാഹോഫൻ അലീം, അവർക്ക് പേടിയേ ഇല്ല. നരകത്തിന് പേടിയില്ല എന്നല്ല, അവർക്കൊന്നും പേടിയില്ല. അവരല്ലാൻ്റെ ആളുകളല്ലേ, അവർക്ക് എന്താ പേടിക്കണം? മനസ്സിലായില്ല? പാകിസ്ഥാനിലേക്ക് ഓടിക്കുന്നു, പാകിസ്ഥാനിലേക്ക് പിന്നെ മുസ്ലിമീങ്ങളെ പാകിസ്ഥാനിലേക്ക് ഓടിക്കോ എന്ന് പേടിക്കുന്ന ആളുകൾ. അതിനടുവിൽ ഒരാളുണ്ട്, പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിൻ്റെ അനുജൻ, ഇവിടെ നമ്മളെ പിന്നെ മാലി പാർക്കുണ്ട് വിചാരിക്കുക. അയാളെന്താ ആഗ്രഹിക്കുക? മനസ്സിലായില്ല? മുസ്ലിമീങ്ങളെ പാകിസ്ഥാനിലേക്ക് ഓടിക്കുന്നു എന്ന പേടിയിലാണ് ഇവിടെ കുറെ മുസ്ലിമീങ്ങളുള്ളത്. അതേസമയത്ത് ആ കൂട്ടത്തിൽ ആരുണ്ട്? ഇന്നത്തെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ അനുജൻ നമ്മുടെ മാലിൽ പാർക്കുണ്ടെങ്കിൽ അയാൾ ഏട്ടനെ കാണാൻ പോകാം. വിസക്ക് അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ ഇന്ത്യയിൽ നിന്ന് വിസ ഇട്ടില്ല. അയാൾ എന്താ ഈ വാർത്ത വരുന്ന അയാൾ എന്താ ആഗ്രഹിക്കുക? എന്നെങ്കിലും ഒന്ന് ഓടിച്ചിട്ടെങ്കിലും. ഇതല്ലടാ ആഖിറം, ഇതല്ലടാ മരണം. മുഅ്മിനായ മനുഷ്യന് ഇസ്രായേൽ വരെ അതിലവൻ കുടുങ്ങിയിരിക്കണത്. നമുക്ക് മരിക്കണേ പേടിയാ, അയാൾക്ക് മരിക്കാൻ പേടിയില്ല. എന്തുകൊണ്ട്? മരിച്ചു കിട്ടിയാലാണ് അയാൾ കാര്യം. പറഞ്ഞ സത്യല്ലേ? പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അനുജൻ നമ്മളെ മാലിയിൽ താമസിക്കുന്നുണ്ട്. അയാൾ പലതവണ ഇന്ത്യൻ സർക്കാരിനോട് പിന്നെ വിസ ചോദിച്ചിട്ട് വിസ കൊടുത്തില്ല. അപ്പൊ അയാൾ വളരെ വിഷമത്തിലാണ്. ഏട്ടനെയും പെങ്ങന്മാരെയും കാണാൻ കഴിയുന്നില്ല. അയാൾ പാകിസ്ഥാനിലാണ് ഏട്ടനുള്ളത്. അപ്പോഴാണ് എൻ്റെ ഇവിടെ ഒരു കൂട്ടർ എന്ത് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെ പാകിസ്ഥാനിലേക്ക് ഓടിക്കും. അപ്പൊ അയാൾ രാത്രി എന്താ ദ്വാരക്ക, പ്രശ്നെ ഇവരൊന്ന് ഒന്ന് ഓടിച്ചു കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു പഠിച്ചോനെ, അത് പെട്ടെന്ന് ഓടിക്കണേ. ഇതല്ലേ ഞങ്ങൾ വേർക്കുക? ഇതല്ലടാ മൂമിനായ മനുഷ്യൻ മരിക്കാതെ കട്ടെ നമ്മൾ വേർക്കണത്. ഇയാളെന്താ വേർക്കണത്? പഠിച്ചോനെ ഒന്ന് മരിച്ചിട്ടെ. അവർക്കൊന്നും പേടില്ല, ഒരു പേടിയില്ല.
അവരല്ലാൻ്റെ ആളുകളാണ്. അവർക്ക് ഇവിടെയും പേടിയില്ല അവിടെയും പേടിയില്ല. നിങ്ങൾ ചിന്തിക്കണം. അമവി പട്ടാളക്കാർ ഹസനുൽ ബസരിയുടെ വീട്ടിലേക്ക് 6 വട്ടം കയറി പരിശോധിച്ചിട്ട് ഫലം യറൂഹു കണ്ടതേയില്ല. ഓ ഖാരിഉൽ ഖുർആൻ എന്നാൽ യസ്മഉൽ സൗത്തൽ ഖിറാഅത്തി മിനൽ ബൈത്തി. വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്ന ഒച്ച എങ്ങനെ കേൾക്കും? ആളെ കാണൂല. മനസ്സിലായില്ല? ആരെ കഥ ഞാനീ പറഞ്ഞേ? ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അന്നത്തെ അമവി രാജാക്കന്മാർക്ക് എതിരാ. അമവി രാജാക്കന്മാരിൽ ഒരാളാണ് യസീദ്. ഇങ്ങനത്തെ രാജാക്കന്മാർക്ക് എതിരാണ് ആര്? ഹസൻ ബസരി. സയ്യിദു താബിഈൻ, താബിഈങ്ങളിലെ നേതാവാണ് ആര്? ഹസൻ ബസരി. അദ്ദേഹം ഷാഹദ വതഅല്ലമ അക്സറ മിൻ 300 മിൻ അസ്ഹാബി റസൂലില്ലാഹ്. 300-ലേറെ സ്വഹാബികളുടെ ശിഷ്യനാണ്. എന്ത്? 300-ലേറെ സ്വഹാബികളിൽ നിന്ന് ദീൻ പഠിച്ചിട്ടുണ്ട് ആര്? ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് സയ്യിദു താബിഈൻ. താബിഈങ്ങളിൽ 2 നേതാവാണ്. ഒന്ന് ഇൽമിലെ നേതാവ് ഹസൻ ബസരി, പിന്നെ ഇഷ്കിലെ നേതാവ് ഉവൈസുൽ ഖർനി. 2 നേതാക്കന്മാരാ ആർക്ക്? താബിഈങ്ങൾക്ക് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്. ഇൽമിൽ ഏറ്റവും വലിയ നേതാവ് ഹസൻ ബസരിയാണ്. അവര് അവിടുത്തെ രാജാക്കന്മാർക്കും കിങ്കരന്മാർക്കും എതിരാണ്. എന്നിട്ട് രാജാവ് ആളെ പറഞ്ഞേക്കും പട്ടാളത്തിന്റെ വീട്ടിൽ. വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്ന ഒച്ച എങ്ങനെ കേൾക്കും? എവിടെ അരിച്ചു മുറിക്കാതെ ആരെ കാണൂല? ഹസൻ ബസരിയെ കാണൂല. അവിടെ ഉണ്ട് ആളവിടെ ഉണ്ട്. ആര് സംരക്ഷിച്ചു? അല്ലാഹു. ഓരോത്ത് അങ്ങനെ നടക്കും. മറ്റൊരു കുടുംബം ഓത്ത് അതിപ്പൊരു കുതിരാക്കലാണ്. മനസ്സിലായില്ല? അയാളിപ്പോ ഓതുന്നില്ലെങ്കിൽ രാജാവിനോട് എന്തോ എന്ന് പറയാം. അയാൾ അവിടെ ഇല്ല. ഇത് ഓത്തൊക്കെ ഉണ്ട് ഇയാളോട്ട്. ഇപ്പൊ പട്ടാളക്കാരും മാനം കിട്ടും. രാജാവിന്റെ മുന്നിൽ എന്നാ അടി കിട്ടും. ഇയാളോട് ഓത്തി എന്നും കേൾക്കുന്നുണ്ട്. ഫലം വേറെ രാജാവ് ആരെയാണ് ഇയാൾ കാണൂല. എന്റെ അവരാർക്ക് വേണ്ടിയാ ജീവിച്ച്? ആർക്ക് വേണ്ടി ജീവിച്ചു? അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? അല്ലാഹുവിനാണ്. മനസ്സിലാ? പേടിക്കന്നെ വേണ്ട, പേടിക്കന്നെ വേണ്ട. പേടിക്കേണ്ടതില്ല, പേടിക്കുകയുമില്ല. നിന്നിലേക്ക് അഭയം തേടിയവൻ തവക്കുലൻ എല്ലാം നിന്നിലേക്ക് പരമേൽപ്പിച്ച നിലയിൽ. സ്വലാത്തുൻ വതസ്ലീമുൻ അലാ ത്വാഹ അഹ്മദി വആലിൻ വഅസ്ഹാബിൻ വമൻ കാന മുർസലാ. സ്വലാത്തുൻ വതസ്ലീമുൻ അലാ ത്വാഹ അഹ്മദ്. അഹ്മദ് എന്ന ത്വാഹയുടെ മേലുണ്ടാവട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വർക്കപ്പറ സല്ലല്ലാഹുവിന്റെ ഹബീബായ ത്വാഹ മുഹമ്മദ് മുസ്തഫ വആലിൻ അവിടുത്തെ കുടുംബത്തിനും ഉണ്ടാവട്ടെ, വഅസ്ഹാബിൻ അവിടുത്തെ ആ സ്വഹാബിനും ഉണ്ടാവട്ടെ, വമൻ കാന മുർസല അള്ളാഹുവിൽ നിന്ന് അയക്കപ്പെട്ട ഏതൊരാൾക്കും ഉണ്ടാവട്ടെ. മുർസലീങ്ങൾക്ക് വമൻ ഒരാൾ കാന അയാളായി, മുർസലൻ അയക്കപ്പെട്ടവനായി. ആരിൽ നിന്ന്? അള്ളാഹുവിൽ നിന്ന് അയക്കപ്പെട്ട എല്ലാവർക്കും ഉണ്ടാവട്ടെ. സ്വലാത്തും വതസ്ലീമുൻ അലാ ത്വാഹ അഹ്മദി വആലിൻ വഅസ്ഹാബിൻ വമൻ കാന മുർസലാ. ترقيهم يا ربي بالشكر دائما فإنك ملجأ العاجزين مجللا. يا ربي يا من جنده دهر غالب ولو ضعفت آراؤهم يا مؤملا. لك الحمد والشكر المسرمد دائما فلم يخش من يلجأ إليك توكلا. صلاة وتسليم على طه أحمد وآل وأصحاب ومن كان مرسلا. അള്ളാഹുവിനെ പൊരുത്തപ്പെട്ടവര് നമ്മളെ പൊരുത്തട്ടെ. ഹർഫുർ റാ ആണ് നാളെ അടുത്ത ക്ലാസ്. നാളത്തെ ക്ലാസ് നാളെ എത്ര? സുബൻസ്കെച്ചാലൂടെ. അന്ന് 3 മണിയക്ഷര ക്ലാസ് ഉണ്ട് അല്ലേ? എൻ്റെ ഇടയ്ക്ക് 2 ദിവസം റബീഉൽ അവ്വൽ 12 വരെ 12 ക്ലാസ് എങ്കിലും ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം, പിന്നെ എന്താ പറയുക 1-2 ദിവസം നോർമാന് ഒരു ലീവുണ്ട്. അപ്പോൾ അത് കാരണം ഇന്ന് 3 മണിക്ക് ശേഷം ക്ലാസ് ഉണ്ട്. നാളെ രാവിലെ 5:30 മണി അല്ലേ? 5:30 സുബൻസ്കാരം കഴിഞ്ഞ് 5:30 മണിക്ക് തിങ്കളാഴ്ച കൃത്യം 5:30 മണിക്ക് ക്ലാസ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹിൻ്റെ ഹബീബിനെ മനസ്സിലാക്കുക. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ.
മനസ്സിലാക്കാൻ കഴിയില്ല. മനസ്സിലാക്കിയവരിൽ നിന്ന് നമ്മൾ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചാൽ കേട്ടാൽ നമുക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹിൻ്റെ വാതിൽ തുറന്നു കിട്ടും. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഹൃദയത്തിൽ കയറിയാൽ പിന്നൊന്നും പേടിക്കണ്ട. ഈ ലോകത്ത് ഏറ്റവും ഞങ്ങളോട് പറഞ്ഞില്ലേ, അള്ളാഹിൻ്റെ ഹബീബിനെ നമുക്ക് കാണാം, നമ്മളെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ സി എമ്മിനെ കണ്ടിട്ടില്ല. ഞാൻ സി എമ്മിനെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടവരെ പോലെയല്ല, എനിക്കതിൻ്റെ അപ്പുറത്താണ്. സി എം എനിക്ക് വലിയ ആളാണ്. ഞാൻ സി എമ്മിനെ കണ്ട ആവശ്യം എനിക്കില്ല. അത് മനുഷ്യരിന്ന് കാണാം, കാണാതിരിക്കാം. എനിക്ക് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പ്രതിനിധികൾ അവരൊക്കെ. എനിക്കൊരെന്ന് കണ്ട് എനിക്ക് ഹബീബിനെ കണ്ടാൽ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രേ ആവശ്യമുള്ളൂ. പിന്നെ അള്ളാഹു റസൂലിൻ്റെ ദീൻ ഇവിടെ അതിൻ്റെ മറയില്ലാത്ത ദീന് ആരൊക്കെ പ്രചരിപ്പിച്ചോ അത് അവർക്ക് ആ ആളുകൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രതിനിധികളാണ്. അവരെ ഒരു വാക്കെതിര് പറയാൻ ഞാൻ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട് അവർ റസൂലുള്ളാഹിന്റെ പ്രതിനിധികളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട കണ്യാൽ അബ്ദുല്ലാജി, അള്ളാഹു അവരുടെയൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. അവരൊക്കെ ദീൻ നിലനിർത്തിയവരാണ്. ഒരുപാട് ആളുകൾക്ക് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പോരിശ പഠിപ്പിച്ചു കൊടുത്തവർ. അവരൊക്കെ നാളെ അള്ളാഹിൻ്റെ അടുക്കൽ വലിയ ആളുകളാണ്. ഞാൻ അവരെ കണ്യാൽ അബ്ദുല്ലാജി മരിക്കണത് 2009 8 9 ഞാൻ ആ മനുഷ്യനെ കാണാൻ പോയിട്ടില്ല. ഞാൻ എന്ന് ജനിച്ചിട്ടുണ്ട്. എനിക്ക് 40 വയസ്സ് കഴിഞ്ഞിട്ട് കണ്യാൽ അബ്ദുല്ലാജി മരിച്ചു. ഒരു ദിവസം കണ്യാലൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ കാറിൽ പോയാൽ മതി. കാറുമുണ്ട്, പോയിട്ടില്ല. അവർ പോകിൽ കാണലിൻ്റെ ലക്ഷ്യമില്ല. അവരെ ആരെങ്കിലും വിമർശിക്കണം, ഞാൻ അവരാളാണ്. അവരിൻ്റെ ആളുമാണ്, ഞാൻ അവരാളാണ്. എന്തുകൊണ്ട്? അവർ മുസ്തഫ നബിൻ്റെ പ്രതിനിധികളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊരാൾ എതിർക്കണം എനിക്കിഷ്ടമല്ല. ഞാൻ അവരെ കുറ്റം പോലും പറയാൻ എനിക്കിഷ്ടമല്ല. ചിലപ്പോൾ അവർക്കുള്ള കുറ്റമാവും, പക്ഷെ പറയാൻ എനിക്കിഷ്ടമല്ല. കുറ്റം മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടാവും. മനുഷ്യനാണോ അമ്പിയാക്കളല്ലാത്തവർക്കൊക്കെ എന്തുണ്ടാവും? കുറ്റം ഉണ്ടായിക്കോട്ടെ. എന്താ കുറ്റം ഉണ്ടായതുകൊണ്ട് ഒരാൾ മോശമാവും? കുറ്റം മനസ്സിലായില്ല. ഒരു വലിയനെ കണ്ട് എവിടെ ഇപ്പോൾ ഞാനിത് വായിച്ചത് ഇമാം ഷഹറാനിയുടെ ഒരു കിതാബിലാണ്. ഒരു വലിയനെ കണ്ടപ്പോൾ ഒരാൾക്ക് വലിയ അത്ഭുതം തോന്നി. ഒരു വലിയനെ അങ്ങനെ അയാൾ വിരുന്നിന് ക്ഷണിച്ചു ഈ വലിയനെ വീട്ടിലേക്ക്. അങ്ങനെ രാത്രി നിർബന്ധിച്ചു കൊണ്ടുവന്നു. അപ്പോഴേക്ക് അക്കരെ നിന്നാണ് വലിയനെ കണ്ടത്. അയാൾക്ക് നല്ല സൗകര്യമുള്ള തോണിയുണ്ട്. ആ തോണിയിൽ വലിയനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വലിയ എന്ത് പറഞ്ഞു? എനിക്ക് രാവിലെ പോകേണ്ടതുണ്ട്. എന്നെ അക്കരയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ സുബഹി നിസ്കരിച്ചാൽ ഉടനെ എന്നെ തോണി കടത്തിയിട്ട് കരുത്തിക്കണം, എന്നാലേ ഞാൻ വരുവാറും. അപ്പോൾ ഈ മുതലാളി എന്ത് പറഞ്ഞു? അയാൾക്ക് തോണിയുണ്ട്, തോണിക്കാരനുണ്ട്. അപ്പോൾ അയാൾക്ക് പ്രശ്നമില്ല. ഇയാൾ എന്ത് പറഞ്ഞു? പിന്നെ നിങ്ങൾ വന്നോളൂ, എനിക്ക് തോണിയുണ്ട്, ഞാൻ സുബഹി നിസ്കരിച്ചാൽ ഉടനെ എത്തിച്ചേരാം, വഴിയുണ്ട് എന്നാണ്. ഞാൻ എത്തിച്ചേരാം, അല്ലെങ്കിൽ തോണിക്കാരനോട് എത്തിച്ചെന്നോളാം, പ്രശ്നം കണ്ട. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി, ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ബംഗ്ലാവിൻ്റെ താഴെ ഭാഗത്ത് വിശാലമായ സൗകര്യമുള്ള ഒരു മുറിയിൽ ആണ് ഇയാൾക്ക് വിരിപ്പും സൗകര്യവും കിടക്കുകയും ഒരുക്കിയത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ചൂടുവെള്ളത്തിന് മറ്റോ ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് പരിചാരികയെ തൊട്ടടുത്ത മുറിയിൽ കിടത്തി. മുതലാളിയും ഭാര്യയൊക്കെ മുകളിൽ കിടന്നു. രാവിലെ സുബഹിക്ക് എണീറ്റപ്പോൾ പരിചാരിക മുതലാളിയോട് പറഞ്ഞു, ഇയാൾ എന്നോട് ഇന്നലെ ഒരു അരുതാത്ത കാര്യം ചെയ്തു പോയി, ഒരു തെറ്റായ കാര്യം, ഒരു മോശമായ പെരുമാറ്റം എന്നോട് ഈ വലിയ പെരുമാറി എന്നാര് പറഞ്ഞു? പരിചാരിക മുതലാളിയോട് പറഞ്ഞു. അപ്പോൾ മുതലാളിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അങ്ങനെ സുബഹിയായി. സുബഹിൻ്റെ വാങ്ക് കൊടുത്തു, സുബഹി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇയാൾക്ക് തിരിച്ചു കൊണ്ടയാക്കണ ഇതൊന്നുമില്ല. അപ്പം മുതലാളിയോട് ഈ വലിയായി പറയപ്പെടുന്ന ആൾ എന്ത് പറഞ്ഞു? എനിക്ക് എത്രയും പെട്ടെന്ന് എന്നെ അക്കരെ എത്തിക്കണം എന്നാണ്. അപ്പം അയാൾ ഞാൻ തോണിക്കാരൻ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്തുകൊണ്ട്? അപ്പം അയാൾ മനസ്സിലെന്താ, ഈ ജാതി അമുക്കളൊന്നും നേരത്തിന് ഇപ്പോൾ ഉണ്ട്. അയാൾ കുറച്ച് നേരം വൈകിയൊക്കെ മുതലാളി ഇനിയിപ്പം എനിക്ക് അതിന് മെനക്കെടാനാവില്ല. പിന്നെ തോണിക്കാരൻ വരണം. തോണിക്കാരൻ്റെ രാവിലെ ഉറക്ക് ചുരുപ്പാക്കണ്ട. ഈ ജാതി ആളുകൾക്കൊക്കെ വേണ്ടി തോണിക്കാരൻ്റെ ഉറക്കം ഒഴിവാക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് പലവട്ടം ഇയാൾ പറഞ്ഞു. ഈ വലിയ എന്ന് പറയപ്പെടുന്ന ആൾ പറഞ്ഞു. ആരോട്? ഈ വീട്ടുകാരനോട്. അപ്പം അയാൾ പാണ്ടൊക്കെ ഇട്ടെടുത്തു, എന്നോട് പുഴയിലേക്ക് കടന്നു. അയാൾ നോക്കി നിൽക്കുകയാണ്. അയാൾ ഇങ്ങനെ നോക്കി നിൽക്കുക. ഓഹോ അന്തൂറിയില്ല, ഈ നോക്കിക്കൊണ്ട് നിൽക്കുക. എന്നാൽ ഞാൻ വരട്ടിയാവും. അപ്പം അയാളൊന്നും മിണ്ടിയില്ല. അങ്ങനെ തോണില്ലാതെ ഇയാൾ എങ്ങനെ പോണ്? അപ്പം ഇയാളിങ്ങനെ കരയിലേക്ക് പോന്നു. വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന് അക്കരെ കയറി അയാളോട് പോയി. ഈ സംഭവം ഇമാം ഷഹറാനി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഔലിയാക്കന്മാരൊക്കെ മോശം പെണ്ണിനോട് പെരുമാറിയോടൊക്കെ പിടിച്ച് മുത്തിക്കോളി എന്നല്ല.
ചെയ്തത് കൊണ്ടും മനസ്സിലായില്ല ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ നോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊള്ളണമെന്നൊന്നും ഇല്ല. അത് ഒരു അരുതായ്മ ചിലപ്പം പരിചാരികയെ ഒന്ന് തോണ്ടിയിട്ടുണ്ടാവും ഒരു അരുതാത്ത സ്ഥലത്ത്. അത് മനുഷ്യരെ സംഭവിക്കും. വലിയാണെങ്കിലും ഇയാൾ ആരാണ്? മനുഷ്യനാണ്. ആ രാത്രി അതിൻ്റെ പേരിൽ അയാൾ കരഞ്ഞിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു അഭിശപ്ത നിമിഷം ആർക്കും വന്നേക്കാം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അത് അള്ളാഹു ആ രാത്രി തന്നെ അയാൾക്ക് പുറത്തുകൊടുക്കും ചെയ്തേക്കാം. എന്താ പ്രശ്നം? കുല്ലുബിനി ആദമ ഖത്താ, ആദമിൻ്റെ മക്കളൊക്കെ തെറ്റിയെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്യുന്നവർക്കുള്ള ന്യായത്തിന് വേണ്ടി പറഞ്ഞല്ല, അങ്ങനെയും ഒരു പക്ഷേ സംഭവിച്ചേക്കാം. എന്നൊക്കെ പറഞ്ഞ നമുക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു എന്നൊക്കെ പറഞ്ഞ അതിനെ തെറ്റിനെ ന്യായീകരിച്ചല്ല. അത് ഇമാം ഷഅറാനി തൻ്റെ യവാഖീത്തിലോ മറ്റോ പറഞ്ഞതാണ് ഞാനത് കണ്ടത്. അങ്ങനെ സംഭവിച്ചേക്കാം. അങ്ങനെയും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കണം എന്നല്ല, അങ്ങനെയും ഒരു പക്ഷേ സംഭവിച്ചേക്കാം. അതേ സമയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണം പറയാം, ഒരു തെറ്റബദ്ധം ഒരാൾക്ക് കരുതി കൂട്ടിയല്ല, അപ്പൊ തന്നെ പശ്ചാത്തപിക്കാലോ എന്ന് വിചാരിച്ചിട്ടുമല്ല, ഒരു അബദ്ധം ഒരാൾ പറ്റിപ്പോയി. ആ മജ്ലിസ് കഴിയുന്നതിന് മുമ്പ് തന്നെ അയാൾ അള്ളാഹുവിനോട് കരഞ്ഞാൽ അള്ളാഹു ആ സമയത്ത് പുറത്തു കൊടുക്കും. ഇടത്തും വലത്തും മലക്കുണ്ട്. ഒരു നന്മ ചെയ്ത ഉടനെ എഴുതണമെന്ന് ഓർഡറാണ്. ആർക്ക്? എന്താണടാ ഇരിക്കണത്? വലത്തെ മലക്കിന്റെ ഓർഡറാണ് എന്ത്? അള്ളാന്റെ ഓർഡറാണ് എന്ത്? ഒരാൾ നന്മ ചെയ്ത ഉടനെ എഴുതണം. ഇടത്തെ മലക്കിന്റെ ഓർഡർ എന്താ അറിയോ? അംഹിൽഹു ഹത്താ യസ്തഗ്ഫിറ. ആൾക്ക് പൊറുക്കലിനെ തേടാൻ സമയം വെച്ചു കൊടുക്കണം. ആ സദസ്സ് പിരിയുമ്പോഴും ആൾ പൊറുക്കലിനെ തേടുന്നില്ലേ? അപ്പൊ എഴുതിക്കളാം. അപ്പൊ ഈ മലക്ക് പേനയും കൊണ്ടിരിക്കും, എഴുതൂല. മനസ്സിലായില്ല? അതേ സമയത്ത് അയാളെ നന്മ ചെയ്താൽ അവിടെ എഴുതും. ഇപ്പൊ ഇയാൾക്ക് ഇപ്പോഴും എഴുതിയിട്ടില്ല. എന്ത് മനസ്സിലായില്ല? ഒരു നന്മ അയാൾ ചെയ്തു, എഴുതി. തിന്മ ചെയ്തു, എഴുതിയില്ല. പിന്നെ നന്മ ചെയ്തു, എഴുതി. ആ സദസ്സ് വിടുന്നതിന് മുമ്പ് അയാൾ പൊറുക്കലിനെ തേടിയാൽ എഴുതേല്ല. പടച്ചോനെ റബ്ബേ മാപ്പാക്കണം, പറ്റിപ്പോയി റബ്ബേ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അങ്ങനെയാണ്. അല്ലാഹു അത്രയും ഗഫൂറാണ്. രാത്രി തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ പിറ്റേന്ന് പകലിരിക്കുന്നവനെ അല്ലാഹു തആല. പിന്നെ ആ തെറ്റ് പൊറുക്കലിനെ തേടിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിഞ്ഞുണ്ടോ, റെക്കോർഡിലുണ്ടോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നമ്മൾ പറയും. മനസ്സിലായില്ല? ഒരാൾ തെറ്റ് 25 കൊല്ലം മുമ്പ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? 25 കൊല്ലം മുമ്പ് അയാൾ ചെയ്ത തെറ്റ് അപ്പൊ നമ്മൾ പറയും നമുക്കറിയില്ലേ, 25 കൊല്ലം മുമ്പല്ലേ മറ്റേ പാത്തുമാന്റെ അവിടെ നിന്ന് കിട്ടിയാലൊക്കെ പറയും നമ്മള്. മലക്കുകൾ ഇത് എഴുതിയിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട്? അന്ന് തന്നെ അയാൾ അപ്പൊ തന്നെ പൊറുക്കൽ തേടിണ്ടാവും. നീ പൊറുക്കലെ തേടാൻ കണക്കാക്കി പാത്തുമാന്റെ പരിക്ക് പോകണം എന്നല്ല പറയണ. അതല്ല, ഇതൊക്കെ ബൈ ചാൻസ് സംഭവിക്കും. ഒക്കെ സംഭവിക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ 25 കൊല്ലം കഴിഞ്ഞാൽ പൊറുക്കൂല. നമ്മൾ അതിനെ കണക്കാക്കി ആ ഓനെന്ന് പഞ്ചായത്തിന് അപേക്ഷ നോമിനേഷൻ കൊടുക്കട്ടെ, ബാക്കി നമുക്ക് നോക്കാം. പിന്നെ അങ്ങോട്ട് പറയുന്നുണ്ടാവും അയാളെ കൂട്ടുമ്പോൾ മക്കളും പേരക്കുട്ടികളും ഉള്ള മുഴുവൻ മാനം കിടും. അക്കോലത്തിൽ പറയും ഇല്ലേ? പറയും. അള്ളാഹു അത് റിക്കാർഡ് എഴുതാൻ വെച്ചിട്ടുണ്ടാവില്ലേ? എന്തുകൊണ്ട്? ആ ദിവസം തന്നെ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടാവും. കുല്ലു ബിനി ആദമ ഖത്താ വ ഖൈറുൽ ഖത്താഇ അത്തവ്വാബ്. എല്ലാ മനുഷ്യരും തെറ്റിയും, എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവൻ ഉടനെ തൗബ ചെയ്തവനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഓഷറായില്ലേ? അപ്പൊ അതൊന്നും വിഷയാക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ഒരാൾ ആഗ്രഹിച്ചാൽ തെറ്റും ശരിയൊക്കെ മനുഷ്യരിൽ സംഭവിക്കും. എന്നാലും അള്ളാഹുവിന്റെ ആളായിരിക്കും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തി കൊടുക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊരു തെറ്റി ഒരാൾ തെറ്റി പിന്നെ എങ്ങനെ ഇപ്പം നിങ്ങളെ മഹലിൽ നിന്ന് ഒരാൾ പിരിച്ചു വിട്ടു തെറ്റിൻ്റെ പേരിൽ. അയാൾക്ക് പിന്നെ ഒരു കൊല്ലം ജോലി ഇട്ടില്ല. ആ ഒരു കൊല്ലം മുഴുവനും അയാൾക്ക് നല്ലിരിക്കെ കരയാൻ. പിന്നെ 10 കൊല്ലം മുമ്പ് നമ്മൾ ഏതോ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണുമ്പോൾ അയാൾക്ക് ചൂണ്ടിയിട്ട് നമ്മളെപ്പോഴുള്ള ചങ്ങായിമാരോട് പറയും, ഇയാൾ നമ്മൾ 10 കൊല്ലം മുമ്പ് നമ്മൾ മഹലിൽ നിന്ന് വിരിച്ചിട്ടതാ. ഇയാളിപ്പോൾ വിലായത്തിൻ്റെ മക്കാമിലെത്തിയിട്ടുണ്ടാവും. എന്തുകൊണ്ട്? കരഞ്ഞിട്ട്.
നമ്മൾ ഇപ്പോഴും കളിയാക്കും. നമ്മൾ സലാം പറഞ്ഞാൽ തന്നെ ഒന്ന് ഇളിക്കും, മര്യാദയ്ക്ക് സലാം അടക്കൂല. ഉപരിക്കറിയും ചെയ്യും സലാം അടക്കാത്തത് അന്ന് പിരിച്ചിട്ട കാരണത്താൽ. ഇപ്പോൾ അയാൾ വിലായത്തിൻ്റെ പദവിയിലെത്തിയാവും, എത്തിയിട്ടുണ്ടാവും. എന്തുകൊണ്ട്? കരഞ്ഞിട്ട്. ഒരു മനുഷ്യനെയും ഒരു തെറ്റിൻ്റെ പേരിൽ നമ്മൾ നാവുകൊണ്ട് ദ്രോഹിക്കരുത്. തെറ്റിനൊക്കെ ചില നല്ല മനുഷ്യന്മാരുണ്ട്. ഒരു മഹലിൽ നിന്ന് ഒരാളെ പിരിച്ചു വിടുകയാണെങ്കിൽ രാത്രിക്ക് രാമാനം ആരും അറിയാതെ കൊണ്ടേയാക്കും. ആരും അറിഞ്ഞില്ല. നല്ല സെക്രട്ടറിയും പ്രസിഡന്റും അങ്ങനെ ചെയ്യും. വേറെയുള്ളവരോ ഒന്ന് മാനം കെടുത്തിട്ട് വിടുള്ളൂ. മനുഷ്യനാണെങ്കിൽ എന്ത് സംഭവിക്കും? പാറക്കുട്ടി മനുഷ്യനാണോ? തെറ്റ് സംഭവിക്കും. മനുഷ്യനാണെങ്കിൽ തെറ്റ് സംഭവിക്കും. തെറ്റിനെ നമ്മൾ പൂജിക്കൊന്നും വേണ്ട, പക്ഷെ അയാൾ മാനം കെടുത്താൽ ഒഴിവാക്കണം. ആരാണെങ്കിലും. കാരണം മനുഷ്യനാണ്. ഈ പറഞ്ഞ നമുക്ക് എന്ത് പറ്റും? തെറ്റിട്ടു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ടവരിൽ നമ്മളെ ചേർത്ത് തരട്ടെ. അത് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർക്കും പറ്റും, തെറ്റ് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർക്കും പറ്റും, ആർക്കും പറ്റും. തെറ്റ് പറ്റാത്തൊരു വിഭാഗം മഅ്സൂമിങ്ങളായ അമ്പിയാക്കൾ മാത്രമാണ്. ഏതൊരു വാക്കിലും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ഉണ്ടാകും. ഇല്ല ഈ ഖബറിന്റെ ഉള്ളിലുള്ള ആരുടെ വാക്കിൽ അങ്ങനെ ഉണ്ടാവില്ല. ഇത് ആരുടെ വാക്കാ? ഇമാം മാലിക്കിന്റെ വാക്കാ റളിയല്ലാഹു അൻഹു. ആരെ പറ്റിയാ പറഞ്ഞത്? പുണ്യ റസൂൽ മുസ്തഫ ഹബീബായ ബിഖബ്രി ശരീഫിൽ മുസ്തഫ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളത്തു ശരീഫയിലെ ഖബർ ശരീഫിന്റെ പരിസരത്ത് നിൽക്കുകയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇമാം മാലിക് പറഞ്ഞു, എന്ത്? ഫീ കുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വമർദൂദുൻ. ഏതൊരാൾ പറഞ്ഞ വാക്കിലും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതുമുണ്ട്. ഇല്ല ഖൗലു സാഹിബി ഈ ഖബറിൽ കിടക്കുന്ന ആളുടെ വാക്കിൽ മാത്രം അങ്ങനെ ഇല്ല. മുഹമ്മദ് സ്വീകരിക്കപ്പെടേണ്ടതുണ്ടാവും. എന്താ ഇതിന്റെ വിഷയം? അതിലൊന്നും കണക്കില്ല. അതുകൊണ്ടൊരു മോശമാവില്ല. ശംസുല്ലമ റഹ്മത്തുള്ളാഹി വലിയ മഹാനല്ലേ? മഹാനാണ്. ഒരു വാക്ക് തെറ്റി അതുകൊണ്ട് മഹാനാകാൻ നിൽക്കും. എല്ലാം ശരിയാക്കണമെന്ന് വാശി പിടിക്കാണ്. ഇപ്പം നമ്മൾ എല്ലാം ശരിയാക്കണമെന്നുണ്ടോ? നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല. അങ്ങനെ കൊണ്ടുവരുന്നത് പുതിയ തെറ്റുകളെ സ്ഥാപിക്കാൻ കാരണമാവും. ഒന്നുകൂടി പറയാം. ഇപ്പോൾ ശംസുല്ലമ റഹ്മത്തുള്ളാഹി മനുഷ്യനാണോ? അല്ലേ? മനുഷ്യനാണ്. നബിയാണോ? അല്ല. ശരിയും വരും തെറ്റും വരും. 99% ശരിയാ വന്ന്. ചിലപ്പോൾ എന്തും വരും, തെറ്റും വരാത്തതുകൊണ്ട്. തെറ്റും വരാമെന്നതുകൊണ്ട് അവർ താഴത്തേക്ക് പോകും. ഇല്ല. എല്ലാം ശരിയാണെന്ന് നമ്മൾ വാശി പിടിക്കേണ്ടതുണ്ടോ? ഇല്ല. ഫീ കുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വമർദൂദുൻ. ഏതൊരാളെ വാക്കിലും സ്വീകരിക്കപ്പെടേണ്ടതുമുണ്ടാവും, തള്ളപ്പെടേണ്ടതുണ്ടാവും. അതിനെന്താ പ്രശ്നം? ഇല്ല സാഹിബി ഹാദൽ ഖബർ. ഈ ഖബറിൽ കിടക്കുന്ന ആളുടെ വാക്കിൽ അങ്ങനെയില്ല. അതിൽ അങ്ങനെ ഒന്നില്ല. തള്ളപ്പെടേണ്ട ഒരാൾ വാക്കുണ്ടെന്ന് ഒരാൾ പറഞ്ഞ അവൻ ആരാണ്? അപ്പകാപ്പുറം. ബാക്കിയുള്ള ആളാരാ? സ്വീകരിക്കപ്പെടേണ്ടതുണ്ടാവും, നമ്മളെപ്പോലത്തെ 100% തള്ളപ്പെടേണ്ടതാവും. പിന്നെ അങ്ങനെ കൂടി 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 വരും. ഇപ്പം ശംസുല്ലമ റഹ്മത്തുള്ളാഹിനെ പോലത്തെ മഹാന്മാരാക്കാവുമ്പോൾ 90% സ്വീകരിക്കപ്പെടേണ്ടാവും. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി പോലത്തെ ആളാണ് 99% സ്വീകരിക്കപ്പെടാനുള്ളതാവും. എന്നാലും ഒരു ഓപ്ഷൻ ബാക്കിയാവും. കാരണം അവരൊക്കെ ആരാണ്? അമ്പിയാക്കളല്ല, മനുഷ്യന്മാരാണ്. ഇതന്നെയാ സുന്നി. മുൻഗാമികൾക്ക് തെറ്റേ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു തരം താല്പര്യമാണ് അതിൻ്റെ അർത്ഥം. ഇപ്പൊ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കേട്ടപ്പോഴൊക്കെ നബിമാരാണെന്ന് തോന്നിപ്പോവും. അതൊക്കെ ഈ അടുത്ത കാലത്ത് വന്ന ദുരന്തമായ തെറ്റുകളാണ്. വിഭാഗീയതയാണ് സത്യത്തിൽ ഇത്തരം തെറ്റുകളെ സ്ഥാപനവൽക്കരിക്കാൻ കാരണമായത്. വിഭാഗീയത കൊണ്ട് എന്ത് വന്നു എന്നറിയോ? നമ്മളെ നേതാക്കന്മാർക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറയാൻ നമ്മളും അവരെ നേതാക്കന്മാർക്ക് ഒരു തെറ്റ് പറ്റില്ല എന്ന് അവരും നിർബന്ധിതരായി. അവർക്കൊക്കെ തെറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ തെറ്റിനെ സ്ഥാപനവൽക്കരിക്കപ്പെടും. തെറ്റ് പറ്റിയതുകൊണ്ട് ഒരാൾ മോശമാവുകയല്ല. അവരാരല്ല? ആരല്ല? അമ്പിയാക്കളല്ല. നമ്മൾക്ക് 10% ശരി ഉണ്ടാവുള്ളൂ, 90% തെറ്റാവും. ശംസുല്ലമനെ പോലത്തെ മഹാന്മാർക്ക് 90% ശരിയാവും, 10% അവർക്കും തെറ്റുപറ്റാം. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി പോലത്തെ മഹാന്മാരാണെങ്കിൽ 99% ശരിയാവും, 1% അവർക്കും തെറ്റാകാം. 100% ശരിയായത് അമ്പിയാക്കളാണ്. എന്താ അങ്ങനെ മനസ്സിലാക്കിയ? എന്താ